നിയുക്ത എംപിയുടെ കരണത്തടിച്ച് പാലാ എംഎൽഎ മാണി സി കാപ്പൻ. ഞെട്ടിത്തരിച്ച് UDF നേതാക്കൾ. ഏത് കോന്തനെ കൊണ്ടുപോയി ഇരുത്തിയാലും MP ഫണ്ട് വാങ്ങാൻ കഴിയുമെന്ന് നിയുക്ത MP ഫ്രാൻസിസ് ജോർജിനെ വേദിയിലിരുത്തിക്കൊണ്ടുള്ള പാലാ MLA മാണി സി കാപ്പന്റെ പ്രസ്താവനയാണ് UDF നേതാക്കളെ ഞെട്ടിച്ചു കളഞ്ഞത്. ഫ്രാൻസിസ് ജോർജ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കോട്ടയത്തെ UDF നേതാക്കൾ ആദ്യമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് കാപ്പന്റെ ഈ പരാമർശമുണ്ടായത്. കാപ്പന്റെ ആ പ്രസ്താവന ഫ്രാൻസിസ് ജോർജിന്റെ കരണത്തേറ്റ അടിയായിപ്പോയി. അപ്രതീക്ഷിതമായുള്ള കാപ്പന്റെ പ്രതികരണത്തിൽ ഫ്രാൻസിസ് ജോർജ് അന്തം വിട്ടുപോയി. പിന്നീടാണ് ഫ്രാൻസിസ് ജോർജിന് മനസ്സിലായത് തന്നെ മാത്രം ഉദ്ദേശിച്ചല്ല കാപ്പൻ പറഞ്ഞതെന്ന്. തന്റെ ഒപ്പമിരുന്ന് പ്രസ്താവന നടത്തിയ കാപ്പനെയും മറ്റു 2 MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും മോൻസ് ജോസഫിനെയും കൂടി ഉൾപ്പെടുത്തിയാണ് കാപ്പൻ പറഞ്ഞതെന്ന്. മുൻ MP ആയ തോമസ് ചാഴിക്കാടന്റെ 100% ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിലാണ് കാപ്പൻ ഇങ്ങനെ പ്രതികരിച്ചത്. ഏത് കോന്തനെ പിടിച്ചുകൊണ്ടുവന്ന് MP ആക്കി ഇരുത്തിയാലും MLA ആക്കിയാലും ഫണ്ട് വിനിയോഗിക്കാൻ അറിയാമെന്ന്. എന്താണെങ്കിലും താൻ ഒരു കോന്തനാണെന്ന് കാപ്പൻ അറിയാതെ പറഞ്ഞു പോവുക തന്നെയല്ല, അത് സമ്മതിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണെന്നാണ് കേൾവിക്കാർ മനസ്സിലാക്കിയത്. കാപ്പന്റെ കോന്തൻ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് പാലാക്കാർ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാപ്പൻ ഇപ്പോൾ പാലായുടെ MLA ആയിട്ട് ഏതാണ്ട് 5 വർഷമാകാൻ പോവുകയാണ്. ഈ 5 വർഷം കൊണ്ട് പാലാക്കാർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു കുന്തവും കിട്ടിയില്ല എന്ന് കാപ്പന് മാത്രമല്ല പാലായിലെ ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. ഒരു MLA എന്ന നിലയ്ക്ക് തനിക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ മുഴുവനായി ഉപയോഗിക്കാൻ കഴിഞ്ഞോ എന്ന കാര്യത്തിൽ കാപ്പന് തന്നെ ഒരു സംശയം കാണും. കൂടാതെ സയാമീസ് ഇരട്ടകളെ പോലെ പാലായിലും കടുത്തുരുത്തിയിലും വിലസിയിരുന്ന കാപ്പനും മോൻസിനും മുകളിൽ ഫ്രാൻസിസ് ജോർജ് വന്നതിനുള്ള അതൃപ്തിയും കാപ്പനുണ്ടെന്ന് വേണം കരുതാൻ. മുൻ MP തോമസ് ചാഴിക്കാടൻ LDF-ലായിരുന്നതിനാൽ ഇതുവരെ കാപ്പന് ഭീഷണിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒറ്റയടിക്ക് ഫ്രാൻസിസ് ജോർജ് തന്റെ തലയ്ക്ക് മുകളിൽ എത്തിയതിനുള്ള അസ്വസ്ഥതയാണ് കാപ്പൻ പ്രകടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.